ഹലോ, ഞാൻ സുനി സജീവ് രേവതി ബ്യൂട്ടി പാർലർ, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, മാറ്റുക. ഓപ്പോസിറ്റ് രേവതി ഗോൾഡൻ ഡയമണ്ട്സ്. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സർവ്വ നന്മയുണ്ടാകട്ടെ. സമാധാനവും സന്തോഷവും സ്വാസ്ഥ്യവും ഒക്കെ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ കുടുംബങ്ങളിൽ വാഴട്ടെ. സമ്പൽ സമൃദ്ധിയാൽ യേശുമ്പരാൻ നിറയ്ക്കട്ടെ. ദീർഘായുസം പൂർണ്ണ ആരോഗ്യം തന്ന് തൃപ്തി വരുത്തട്ടെ. മക്കൾ ലോകത്തിൽ ഉന്നതരും ക്രിസ്തുവേശുവിൽ പ്രശസ്തരുമാകട്ടെ. ആമേൻ പറഞ്ഞ് ഏറ്റെടുത്തോ. ക്രിസ്തു യേശുവിലുള്ള പ്രശസ്തി എന്ന് പറയുമ്പോൾ യേശുവിൻ്റെ വചനം പാലിച്ച് നല്ലൊരു മനുഷ്യന് കിട്ടുന്ന പ്രശസ്തിയാണ്. യേശുവിൻ്റെ വചനം പാലിക്കുന്നവൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവനാണ് ഒരു മനുഷ്യൻ. അവനിൽ ദൈവാത്മാവില്ലാണ്ട് അത് വചനം പാലിക്കാൻ പറ്റൂല. നമുക്ക് ആ വചനം കേൾക്കുമ്പോൾ തന്നെ ഇറിറ്റേഷൻ വരും. അങ്ങനെയല്ല, യേശു എന്ന് കേൾക്കുമ്പോൾ തന്നെ ഇറിറ്റേഷൻ വരും. ദൈവത്തിൻ്റെ ആത്മാവ്, ദൈവം നമ്മളെ കണ്ടിട്ടുണ്ടെങ്കിൽ മാത്രം നമുക്കത് കേൾക്കാനും അങ്ങോട്ട് ചായാനും പറ്റുള്ളൂ. ദൈവം തിരഞ്ഞെടുക്കാത്ത ആർക്കും യേശുവിനെ കർത്താവായിട്ട് സ്വീകരിക്കാൻ പറ്റില്ലെന്നല്ലേ പറയണേ. അപ്പോൾ ഒരു വചനം വായിച്ചിട്ട് തുടങ്ങാം കേട്ടോ. അത് തന്നെയാണ് ഇതിൽ ഇങ്ങനെ ബൈബിളിൻ്റെ ഹെഡിങ് കൊടുത്തേക്കണേ. 14 യോഹന്നാൻ അധ്യായം അപ്പടിയും വായിച്ചോ കേട്ടോ. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, അവൻ മുഖാന്തരം സകലത്തും ഉളവായി. എൻ്റെ ജീവിതത്തിൽ അപ്പടി എന്നെ വചനമാണ് ദൈവം എന്നുള്ള ആ ചേഞ്ച് എൻ്റെ ജീവിതത്തിനെ മാറ്റിമറിച്ചു. എൻ്റെ ആത്മീയ വളർച്ച ഒത്തിരി കൂടി. ഞാൻ വചനത്തിലാണ് ഫോക്കസ് ചെയ്യണം. വചനം കൊണ്ട് എനിക്ക് ജീവിക്കാമെന്ന് മനസ്സിലാക്കി. വചനമാണ് ദൈവം എന്ന് എനിക്ക് പരിശുദ്ധാത്മാവ് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി തന്നു. നമ്മളോട് ദൈവം ഒന്നും സംസാരിക്കാണ്ടിരുന്ന നമ്മളോട് ദൈവം എന്നെ സംസാരിക്കണേ അങ്ങോട്ട് മാത്രം നിവേദനം പറഞ്ഞിട്ട് കാര്യമില്ലോ. ദൈവം ഇങ്ങോട്ട് പറയണേ എന്നാന്ന് കേട്ടിട്ടല്ലേ കാര്യമുള്ളൂ. മിണ്ടില്ലാത്ത ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ലോ. ദൈവം സംസാരിക്കുന്നത് ബൈബിളിൽ കൂടിയാണ്. ഇവിടെ പറയുക, യോഹന്നാൻ 14:15 പറയാ, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ എൻ്റെ കൽപ്പനകൾ പാലിക്കും. എന്നോട് ദൈവം എപ്പോഴും ഇടപെടുന്നതാട്ടോ ഈ വചനങ്ങളൊക്കെ. ഞാൻ പിതാവിനോട് പ്രാർത്ഥിക്കാം, നിങ്ങളോടുകൂടി എന്നേക്കും ഉണ്ടായിരിക്കുന്നതിന് പിതാവ് മറ്റൊരു സഹായസ്ഥനെ നിങ്ങൾക്ക് തരും. അപ്പോൾ യേശുമ്പരാൻ മരിച്ചു കഴിഞ്ഞു നിങ്ങളോടുകൂടെ എന്നും ഉണ്ടായിരിക്കുന്നതിന്, അപ്പം നമ്മുടെ കൂടെ എന്നും യേശുമ്പരാനും വസിക്കുന്നതിന്, പിതാവിനും പുത്രനും നമ്മളോടുകൂടി വസിക്കുന്നതിന് ഒരു മറ്റൊരു കാര്യസ്ഥനെ, അതിനെയാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനും നമ്മളോടുകൂടി വസിക്കുക കേട്ടോ. നമ്മുടെ സത്യത്തിൽ ഏറ്റവും വലിയ പ്രാർത്ഥന വേണ്ടത്, നമുക്ക് ഒരേ ഒരു കാര്യം മാത്രം പ്രാർത്ഥിച്ചാൽ മതി. നമ്മുടെ ലിസ്റ്റൊന്നും അപ്പടിയും പ്രാർത്ഥിക്കുകയൊന്നും വേണ്ട. എൻ്റെ യേശുപ്പാ, എൻ്റെ പിതാവേ, പരിശുദ്ധാത്മാവ് നിറവിനാൽ നിറയ്ക്കണേ. അത് മുട്ടോളം പോരാ, അരയോളം പോരാ. എന്ന് വെച്ചാൽ മുട്ടോളമായാലും നമ്മുടെ ഞാനത് ചെയ്തു, ഞാൻ അത്ര വലിയ ഹാർഡ് വർക്ക് ചെയ്തിട്ട് ഞാൻ ഇന്ന പൊസിഷനിലെത്തി, ഞാൻ ഇന്നത്, ഞാൻ അരയോളായാലും നമ്മൾ അവിടെ നിൽക്കും. അത് കവിഞ്ഞൊഴുകിയാലും നമ്മുടെ കാലിൻ്റെ നിയന്ത്രണം പോലും പോവും. പരിശുദ്ധാത്മാവിൻ്റെ പൂർണ്ണ നിയന്ത്രണത്തിലാവുമ്പോൾ അതിൻ്റെ ഒരു സുഖം വേറെ ആട്ടോ. അതൊന്നും എനിക്ക് അനുഭവിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. പൂർണ്ണ നിയന്ത്രണത്തിലാണ് നമ്മൾ. അപ്പം ഞാനുമില്ല, ഒന്നുമില്ല, എപ്പോഴും ഞാനാവുന്നു എന്ന് പറഞ്ഞാൽ ദൈവമുള്ളൂ. അപ്പം നമ്മൾ ആ കീഴ്പ്പെടനാകുമ്പോൾ പിന്നെ നമുക്ക് പരിശുദ്ധാത്മാവിനെ നിറയണ മനുഷ്യൻ്റെ പുറകെ സകല നന്മയും പിമ്പടയല്ലേ. ലോകം സൃഷ്ടിച്ചവൻ നമ്മുടെ ഉള്ളിൽ കയറി ഇരുന്നാൽ പിന്നെ നമ്മുടെ നാവിൽ പറഞ്ഞ എല്ലാം സംഭവിക്കും. അനുഗ്രഹത്തിൻ്റെ പെരുമഴിയായിരിക്കും. ചുറ്റും ദൂതന്മാരായിരിക്കും. നമ്മുടെ കാല് കല്ലേ തട്ടാണ്ടിരിക്കാൻ. നമ്മുടെ ആ രാജകീയ അവസ്ഥ ചെറിയ അവസ്ഥയൊന്നുമല്ല. ഒരു വാതിലും നമുക്ക് നേരെ അടയില്ല. അനുഗ്രഹത്തിൻ്റെ പെരുമഴിയായിരിക്കും. ലോകത്തിന് ആ സത്യാത്മാവിനെ സ്വീകരിക്കാൻ സാധ്യമല്ല. കാരണം അവനെ ലോകം കാണുകയോ അറിയുകയോ ചെയ്യുന്നില്ല. അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ എല്ലാവർക്കും സ്വീകരിക്കാൻ പറ്റില്ല. യേശുവിനെ കർത്താവായിട്ട് സ്വീകരിച്ച് ഹൃദയം കൊണ്ട് യേശു കർത്താവാന്ന് വിശ്വസിച്ച് നാവ് കൊണ്ട് ഏറ്റു പറയുന്നവന് മാത്രമേ പറ്റുള്ളൂ. നിങ്ങൾ അവനെ അറിയുന്നു, അവൻ നിങ്ങളോടൊത്ത് വസിക്കുന്നുണ്ടല്ലോ, നിങ്ങളിൽ അവൻ ഉണ്ടായിരിക്കുകയും ചെയ്യും. അപ്പോൾ ഇവിടെ പരിശുദ്ധാത്മാവിൻ്റെ കാര്യങ്ങളാട്ടോ പറയണത്. ഇവിടെ 14:20 പറയാ, ഞാൻ എൻ്റെ പിതാവിലാണെന്നും നിങ്ങൾ എന്നിലാണെന്നും ഞാൻ നിങ്ങളിലാണെന്നും ആ ദിവസം നിങ്ങൾ അറിയും. എൻ്റെ കൽപ്പനകൾ സ്വീകരിച്ച് പാലിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നവനെ എൻ്റെ പിതാവും സ്നേഹിക്കും. ഞാൻ അയാളെ സ്നേഹിച്ച് അയാൾക്ക് സ്വയം വെളിപ്പെടുത്തുകയും ചെയ്യും. അപ്പം എപ്പോഴും ഈ ബൈബിളിൽ ഫുൾ ആദ്യം മുതൽ അന്ത്യം വരെ ഇങ്ങനെയാണ്. യേശു എന്ന് പറയുന്നത് കൽപ്പനയാണ്. എന്താ കൽപ്പന? അയൽവക്കംകാരനെ നിന്നെ പോലെ സ്നേഹിക്കണം, സുഹൃത്തിനെ നിന്നെ പോലെ സ്നേഹിക്കണം. യേശു എങ്ങനെ എന്നെ സ്നേഹിച്ചു? കാരണം യേശു എന്നെ സ്നേഹിച്ചപ്പോൾ ഞാനൊരു യോഗ്യതയില്ലാത്തവളായിരുന്നു, പാപിയായിരുന്നു. അപ്പോൾ ഒന്നും ഒരു യോഗ്യതയില്ലാത്ത എന്നെ യേശുമ്പരാൻ ലോകം സൃഷ്ടിച്ച ദൈവം സ്നേഹിച്ചെങ്കിൽ എന്നോട് ക്ഷമിച്ചിട്ടാലോ, എൻ്റെ പാപം ക്ഷമിച്ചിട്ടാണ് ഒരു ദൈവത്തിനെ സ്നേഹിക്കാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾക്ക് മറ്റുള്ളവർ നമ്മളോട് ചെയ്ത് ക്ഷമിക്കാനുള്ള മനസ്സ് വരട്ടെ. ഞാൻ എപ്പോഴും ഓർക്കും, സ്റ്റെഫാനിയോസിനെ പോലെ നമ്മളാകണം. കല്ലേറ് കിട്ടിയപ്പോൾ എവർക്കെതിരെ പാപം നിൽക്കല്ലേ എന്ന് പ്രാർത്ഥിച്ചു. യേശുബ്രാൻ്റെ നെഞ്ചിന് കുത്തിയപ്പോഴും അങ്ങനെ പ്രാർത്ഥിച്ചു. എവർക്കെതിരെ
ഒരു പാവവും നിൽക്കില്ലേന്ന്. അപ്പോൾ അത്രയും യേശുവിനെ പോലെ സ്റ്റെഫാനിയോസ് ആയപ്പോൾ സ്റ്റെഫാനിയോസ് മേളിലോട്ട് നോക്കി യേശുമ്പുരാൻ എഴുന്നേറ്റ് നിൽക്കും. അയ്യോ എന്നെപ്പോലെ തന്നെ എൻ്റെ മകൻ. അങ്ങനെ ആ സന്തോഷം കൊണ്ട് അപ്പം നമുക്കും അങ്ങനെയൊക്കെ സാധിക്കും. പരിശുദ്ധാത്മാവ് നമ്മളെ യേശുവിനെ പോലെ തന്നെ ആക്കും. അങ്ങനെ ആകുമ്പോഴാണ് നമ്മൾ നിത്യജീവൻ്റെ ഉടമയാകണേ. അപ്പോൾ നമ്മൾ ഒരുക്കും. അപ്പോൾ ഇന്നത്തെ അതിമനോഹരമായ വീഡിയോ ഹെയർ ട്രീറ്റ്മെൻറ്റിൻ്റെ വീഡിയോ നോക്കാം. ഹെയർ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞപ്പോൾ ഇന്ന് ഇടുന്ന ഒരു കൊച്ച് അങ്ങനെ ആ കൊച്ചിൻ്റെ മുടി ഭയങ്കര ഡ്രൈ ആ കൊച്ചു പറയാ ഇങ്ങനെ അകത്തി നമുക്ക് ഭയങ്കര പാടാ കൊച്ചിനൊക്കെ. അപ്പോൾ മുടി ഇങ്ങനെ കേളി ഹെയർ എന്ന് പറഞ്ഞാൽ തന്നെ ഡ്രൈനെസ് ആകുമ്പോൾ കേളാകണത്. പിന്നെ തിക്നെസ് കുറയുമ്പോഴും കേളാകും കേട്ടോ. സ്ട്രെയിറ്റ് ഹെയർ ചിലർ പറയും പണ്ട് സ്ട്രെയിറ്റ് ഹെയർ ആയിരുന്നു, തിക്നെസ് അടിസ്ഥാനം അതിൻ്റെ ഇങ്ങനെ ഇതങ്ങ് പോകുമ്പോൾ വളവ് വരും. അപ്പം നമ്മൾ ഡ്രൈനെസ് കൂടുമ്പോഴും വരും. പിന്നെ മുടിയൊക്കെ പൊട്ടുവാണെങ്കിൽ അപ്പം ശ്രദ്ധിക്കണം. നമ്മൾ മൾട്ടി വിറ്റാമിൻ D3 ചെക്കപ്പ് ചെയ്യണം. പിന്നെ നമ്മൾ ബയോട്ടിനോ സിങ്കോവൈറ്റോ കഴിച്ച് മുടി ഊരൽ മാറ്റണം. മുട്ട കഴിക്കണം, ഇലക്കറി കഴിക്കണം. പെട്ടെന്ന് മുടി എൻ്റെ ഊറിന് ഇന്നേം കൊണ്ട് പ്രോബ്ലം ആണെന്ന് മനസ്സിലാക്കി അങ്ങനെ വെള്ളമൊക്കെ കുടിച്ച് നമ്മളത് പെട്ടെന്ന് മുടി ഊരലിനെ മാറ്റണം കേട്ടോ. വിറ്റാമിൻ ഡെഫിഷ്യൻസി വന്നാൽ പെട്ടെന്ന് മുടി ഊരും കേട്ടോ. ഇത് കരാട്ടിനോ നാനോ, ഇത് കരാട്ടിൻ എന്ന് പറഞ്ഞാൽ ഓർഗാനിക്കാണ്. കരാട്ടിനിലെ തന്നെ നമ്മൾ ചെയ്യുന്നത് ഏറ്റവും നല്ല പ്രീമിയം കമ്പനിയുടെയാണ് നാനോ ഫോഴ്സ് പ്ലാസ്റ്റിയ ബയോട്ടാനിസ്. അപ്പോൾ അതാണ് നമ്മൾ ചെയ്യുന്നത്. അത് നാച്ചുറൽ ലുക്കിൽ കിട്ടും. സ്ട്രെയിറ്റ് നിവരും, ഇങ്ങനെ കേള് അങ്ങനെ ആവൂല. ഒരു 5-8 മാസം എന്നായാലും കിട്ടും. ഭയങ്കര ചുരുണ്ട മുടിക്കാരെ ഒരു 6-7 മാസം കഴിയുമ്പോൾ ഇയർ ടു ഇയർ ഒന്ന് ചെയ്താൽ മതി. 1 വർഷം കൂടുമ്പോൾ ഫുള്ള് ചെയ്താലും മതി. അപ്പോൾ നമുക്ക് അങ്ങനെ കരാട്ടിൻ ചെയ്ത് നമുക്ക് അടിപൊളിയായിട്ട് ഹെയർ ട്രീറ്റ്മെൻറ്റ് പുറമെ സോഫ്റ്റ് ആക്കും. പിന്നെ ഉള്ളിൽ നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ വിറ്റാമിൻ ഗുളിക, ജ്യൂസുകൾ നമുക്ക് നല്ല ഇങ്ങനെ അയ്യോ ഞാൻ ഫ്രിഡ്ജിൽ കൊണ്ട് വെച്ചേക്കോ പാഷൻ ഫ്രൂട്ടേ അതൊക്കെ ഒത്തിരി മേടിച്ച് കഴിച്ചാൽ നമുക്ക് നല്ലതാണ്. പാഷൻ ഫ്രൂട്ട് ഒക്കെ മേടിച്ചാൽ ഞാൻ വീട് നിറച്ച് നട്ടിട്ടുണ്ട്. എന്നിട്ട് അപ്പടിയും ഭക്ഷ്യം കൊണ്ടുപോകും. അത് കാരണം കാശ് കൊടുത്ത് മേടിക്കണം. പിന്നെ വേറെ തന്നെ എല്ലാ ഫ്രൂട്ട്സും ജ്യൂസുകളും ഒക്കെ കുടിച്ച് നല്ലതായിട്ട് ശരീരം നോക്കുക. ആരോഗ്യം നമ്മുടെ ആരോഗ്യമാണ് മക്കളുടെ അസറ്റ്. അത് ലോകത്തിൻ്റെ അസറ്റ് നമ്മുടെ ആരോഗ്യം. ഓരോ മനുഷ്യർക്കും ആരോഗ്യമുള്ളത് ലോകത്തുണ്ടെങ്കിലല്ലേ ലോകത്തിന് സമ്പത്തുണ്ടാകുകയുള്ളൂ, എല്ലാം ഉണ്ടാകുകയുള്ളൂ, സമാധാനം സന്തോഷം ഉണ്ടാകുകയുള്ളൂ. അപ്പോൾ ഹെയർ ട്രീറ്റ്മെൻറ്റ് പിന്നെ 2-3 എൻ്റെ ഫ്രണ്ട്സ് കല്യാണത്തിന് പോകാൻ ഒരുങ്ങാൻ വന്നേക്കണത് വിടാം കേട്ടോ. അപ്പോൾ എല്ലാവരും കല്യാണത്തിന് പോകുമ്പോൾ കല്യാണത്തിന് പോകാൻ ആഭരണം എടുക്കും. സാരി 10,000-20,000 രൂപയുടെ എടുക്കും. എന്നിട്ട് അത് ഉടുക്കാനും അറിയാൻ പാടില്ല, വാരി വലിച്ച്. അപ്പോൾ എല്ലാവരും വന്നിട്ട് ഒരുങ്ങിയിട്ടാണ് പോണേ. എല്ലാവരും നമ്മൾ ആ ഫോട്ടോസൊക്കെ കുറേ നാൾ കഴിഞ്ഞ് നമുക്ക് കാണുമ്പോൾ എന്ത് സന്തോഷമാണ്. നമ്മൾ ഒരുങ്ങി നല്ല ഫോട്ടോസ് നമുക്ക് എല്ലാവരും ഒരുങ്ങി കഴിയുമ്പോൾ ഒരു ഫിലിം സ്റ്റാറിനെ പോലെ ഇരിക്കണേ. പണ്ടൊക്കെ നമ്മൾ ഫിലിം സ്റ്റാറിന് മാത്രം സൗന്ദര്യമുള്ളൂ നോക്കും. ഇപ്പം നമ്മളവർക്ക് ഫിലിം സ്റ്റാർസിനേക്കാളും ഭംഗി നമ്മൾ നേരിട്ട് കാണുന്ന അവരുടെ അഭിനയത്തിനെ വിലയിരുത്താൻ. പണ്ട് അവരുടെ സൗന്ദര്യം കൊണ്ടാണ് നമ്മൾ വിലയിരുത്തുന്നത്. അപ്പോൾ ഇനി നമ്മൾക്ക് വീഡിയോസ് കണ്ടാലോ. ഈ മോക്കടെ ഹെയർ മേക്ക് ഓവറിന് വന്നതാണേ. 2 വർഷത്തിൽ കൂടുതലായി കാണുമായിരുന്നു. 2 വർഷം കൊണ്ട് ഒരു മനുഷ്യനെ കൂടി ഇത്രയും കാണിക്കാം. ഉണ്ടോ? ഞാൻ ആ കൃത്യം വർഷം പറഞ്ഞായിരുന്നു. 2 വർഷം കൂടുതലായതാണ് എൻ്റെ ചിന്ത. അപ്പോൾ യേശുവിൻ്റെ കൃപയെ വളർച്ചയൊക്കെ ഉണ്ട് കേട്ടോ. ഒരു മനുഷ്യൻ്റെ മുടി വളരുന്നത് ഇത് ഈ അറ്റം മാത്രമേ ഉള്ളൂ. ഇനി പണ്ട് ഹെയർ ലാക്സിങ് ചെയ്തിട്ട് പോയതാണ്. ഇതല്ലേ ഈ കൊച്ചിൻ്റെ ഒറിജിനൽ മുടി. കൊച്ചു പറയുന്നത് എനിക്ക് ഭയങ്കര മെയിൻ്റനൻസ് ചെയ്യാൻ ഭയങ്കര പാടാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ഹെയർ ലാക്സിങ് ഒന്നുമല്ല, കരാട്ടിനാണ് ചെയ്യണേ. കരാട്ടിൻ്റെ ഏറ്റവും അപ്ഡേഷൻ നിങ്ങൾ എപ്പോഴും ഓർക്കും. കരാട്ടിൻ ഫോട്ടോസൊക്കെ പണ്ട് നമ്മൾ ചെയ്ത് അതിലൊക്കെ നമുക്ക് റിസൾട്ട് കൂടുതലും അപ്ഡേഷനും പ്രീമിയമാണ് കരാട്ടിൻ നാനോ ഫോഴ്സ് പ്ലാസ്റ്റിയ ബയോട്ടാനിസ്. അപ്പോൾ കൊച്ചിനെ അതാ ചെയ്യാൻ പോണേ. യേശുവിൻ്റെ കുറയാൽ പരസ്യത്തിന് വരുന്ന പോലെ കൊച്ചിനെ അടുത്ത് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള അത് കാണാം കേട്ടോ. അപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്യൂ. ഹെയർ മേക്ക് ഓവർ കഴിഞ്ഞു കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ആ ചുരുണ്ട മുടിയുടെ അവസ്ഥ നോക്കിക്കേ. പരസ്യത്തിന് വരണ വളരെ അടിപൊളി. ഇത് ഓടി കിടക്കണം. ഇങ്ങനെ പിടിക്കുമ്പോൾ തന്നെ എന്ത് സുഖം. കൊച്ചി കേളിക്കേറായിരുന്നു, പിന്നെയും കേളൊക്കെ ആക്കിയായിരുന്നു പറഞ്ഞു ഇടയ്ക്ക്. അപ്പോൾ ഫ്രഷ്നെസ് കണ്ടമാനം കൂടും. കേളാക്കണമെങ്കിൽ ഡ്രൈനെസ് വന്നാലാ കേളാക്കാൻ പറ്റുള്ളൂ. ഈ പിന്നെ സോഫ്റ്റ്നെസ് കൂടുമ്പോൾ സ്ട്രെയിറ്റ് ആവൂല ഹെയർ. അപ്പോൾ ഇത് ഇങ്ങനെ അടിപൊളിയായിട്ട് എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ട? പക്ഷേ ഒരു പ്രാവശ്യമാണ് ഇതിനു മുമ്പ് നമ്മുടെ ചെയ്തത്. 4ാമത്തെ പ്രാവശ്യമാണോ? അതെന്റെ ദേശപ്പ കൊച്ചി 2 വർഷം കൂടി വരുമ്പോൾ ഞാൻ മറന്നു പോണത്. 4ാമത്തെ പ്രാവശ്യമാണ് കൊച്ചി പുറത്തുനിന്ന് വരുമ്പോൾ വന്നത്. ഈ കൊച്ചെല്ലാ വർഷവും
അല്ലേ നാട്ടിൽ വരുമ്പോൾ എല്ലാവർക്കും ഒരു ചെലവാലോ എന്ന് പറഞ്ഞോണ്ടേ. പക്ഷെ അങ്ങനെയൊന്നും ഇടക്കിടക്കൊക്കെ വേണം. അപ്പോൾ പെട്ടെന്ന് വന്ന് കരാട്ടം ചെയ്യുക. ഇത് ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യാണ്ടിരിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത് ചെയ്ത് പഠിച്ചാലേ ഒരു ഗുണം എന്ന് വെച്ചാൽ നമുക്ക് മുടീനെ പറ്റി പിന്നെ ടെൻഷനേ ഇല്ല. നമുക്ക് മുടി ഊരിയാലൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. ഇതിനൊരു വൈറ്റ് കെയർ ഒക്കെ ഐഡിയയിൽ ഞാൻ പറയുന്നത് അപ്പോൾ പറയുന്നത് D3 ഒത്തിരി കുറവാണ് നിങ്ങൾക്ക്. നമുക്ക് വൈറ്റ് കെയർ പിന്നെ പാരമ്പര്യം എന്ന് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. D3 പോയി ടെസ്റ്റ് ചെയ്യണം. D3 പറഞ്ഞാൽ വൈറ്റ് കെയർ ഒരു കഷണ്ടി ആവുമെന്നൊക്കെ പറഞ്ഞാൽ മുടി പൊട്ടും കംപ്ലൈൻറ്റ് ഒത്തിരി ഉണ്ട്. അപ്പോൾ നമ്മൾ D3 ടെസ്റ്റ് ചെയ്യണം. മുടി ഊരുവാണെങ്കിൽ ഇത് ചെയ്തിട്ട് ആരുടെ മുടി ഊരുമൊന്നുമില്ല കേട്ടോ. ഇത് നമ്മൾ കരാട്ടിൻ ഓർഗാനിക്കാണ്. നാനോ ഫോൾസ്പാസ്റ്റിയ ബയോടാൻസ് ഏറ്റവും പ്രീമിയം ഏറ്റവും നല്ല പ്രൊഡക്റ്റാണ് ചെയ്യണേ. നമുക്ക് പിന്നെ മുടി ഊരിയാൽ നമുക്ക് വിറ്റാമിൻ സിങ്കോവൈറ്റും ബയോട്ടിനും ഇടയ്ക്കിടയ്ക്ക് മാറി മാറി കഴിക്കണം കേട്ടോ. വിറ്റാമിൻ ഇടയ്ക്കിടയ്ക്കൊക്കെ എടുക്കണം. വൈറ്റമിൻ സി അങ്ങനെയൊക്കെ ഒന്ന് കഴിക്കുക. ഇടയ്ക്കിടയ്ക്കൊക്കെ ഓരോ ഗുളികകളൊക്കെ, മുട്ട കഴിക്കുക, ഇലക്കറി കഴിക്കുക. നമ്മുടെ ആരോഗ്യമാണ് മക്കളുടെ അസറ്റ്, നാടിൻ്റെ അസറ്റ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് രേവതി ബ്യൂട്ടി പാർലർ വിസിറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവരെയും 2026 അനുഗ്രഹത്തിൻ്റെ പെരുമഴ ആകട്ടെ കേട്ടോ. ശരി എന്നാൽ ഈ മോക്കടെ ഹെയർ മേക്കോറിന് വന്നാണ് ഒരു വർഷം മുമ്പ്, ഒരു വർഷം 1.25 വർഷമായി അല്ലേ. അപ്പോൾ ഇപ്പോൾ കംപ്ലീറ്റ് നീണ്ടു. മുടി ചെയ്തിട്ട് പോയതായിരുന്നു. പക്ഷേ ഇത് കംപ്ലീറ്റ് ക്രീമൊന്നും ശരിക്കും തേച്ചിട്ടില്ല കേട്ടോ. ഇപ്പോൾ തെളിവ് സഹിതം ഞാൻ മേടിച്ചതാണ്. നമ്മൾ അതൊക്കെ നന്നായിട്ട് ഇങ്ങനെ നമ്മൾ പറഞ്ഞു പറഞ്ഞ പോലെ തന്നെ തേക്കണം. ഇടയ്ക്ക് മൾട്ടി വിറ്റാമിൻ കഴിക്കണം. ഫുഡ് നന്നായിട്ട് കഴിക്കണം. അപ്പോൾ നന്നായിട്ട് കരുത്തിന് മുടിയുണ്ടാവും. അപ്പോൾ ചെയ്യാനിരിക്കണ കൊച്ചിൻ്റെ ഒറിജിനൽ മുടി ആ കൊച്ചിനെ ഇപ്പോൾ കാണിച്ചു തന്നത് 4 പ്രാവശ്യം ചെയ്തു. ആദ്യം വന്നപ്പോൾ എനിക്ക് ബോധം കിട്ടി അതിൻ്റെ മുടി ഒന്ന് കണ്ടോട്ടോ. ആ കൊച്ചിന് മുടിയില്ലാത്ത കൊച്ചിങ്ങനെ ഇപ്പോൾ എൻ്റെ അത്രയും മുടിയുണ്ടായി ഞാൻ. അപ്പോൾ നമ്മൾ ശരിക്കും ശ്രദ്ധിച്ചാൽ മുടി നമുക്കുണ്ടാകും. അപ്പോൾ യേശുവിൻ്റെ കൃപയാൽ ഈ മുടി അതിമനോഹരമാകുന്ന കാഴ്ചയാണ്. വെയിറ്റ് ചെയ്യൂ. ലക്ഷ്മിയാട്ടോ പേര്. കണ്ടാ ഇങ്ങനെ കൊച്ചായിട്ട് തോന്നും. പക്ഷെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചിൻ്റെ അമ്മയാണ് അല്ലേ. 3 സുന്ദരി മക്കളും ഉണ്ട്. മുഖം കണ്ടാലൊക്കെ അങ്ങനെ മുഖം കാണിക്കൂല. ഇനി എന്നെ അങ്ങനെ സൂചിക്കണ്ടെന്ന് ഓർത്താണ് ഞാൻ പറഞ്ഞ 10ാം ക്ലാസ് നമ്മൾ കണ്ടിട്ട് കോളേജ് +2 കൊച്ചിനെ പോലെ ഇല്ലെങ്കിൽ മുടിയുടെ ചെയ്തതേ കണ്ടോ. ആദ്യം കണ്ടപ്പോൾ ഞാൻ ഓർത്ത് ഒട്ടും ഉള്ളിലല്ലോ. ഇത്രേ ഉള്ളൊക്കെ എല്ലാവർക്കും ഇപ്പോൾ ഉള്ളൂ ഇന്നത്തെ കാലത്ത്. ഇതേ കണ്ടോ. ഇതിങ്ങനെ കരാട്ടിൻ്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ അത് ഉണങ്ങിയിട്ടില്ലാകുന്നു. ഇങ്ങനെ ഈ ഒന്നൊന്നിനെ തൊട്ട് നാച്ചുറലായിട്ട് നമുക്ക് ഈ സോഫ്റ്റ് ഹെയർ ഉണ്ടാവൂലേ, അങ്ങനെ ഒരു ലുക്കിൽ കിടന്നോളും. പിന്നെ ആഫ്റ്റർ കെയർ യൂസ് ചെയ്യണ ഒരു സിറപ്പിൻ്റെ പോലും ആവശ്യമില്ല. 5-6 മാസത്തേക്ക് സിറം പോലും വേണ്ട. ആഫ്റ്റർ കെയർ എപ്പോൾ ഷാമ്പൂ ഇട്ടാലും അതിൻ്റെ ഷാമ്പൂ ഇട്ട് കഴിഞ്ഞിട്ട് അതിനുള്ള പ്രോട്ടീൻ പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റ് അതൊക്കെ ചെയ്ത് നമ്മൾ ആഴ്ചയിൽ 2 പ്രാവശ്യമൊക്കെ മുടി ഇങ്ങനെ കഴിയാൽ മതി. പിന്നെ എണ്ണയുടെ ആവശ്യമൊന്നുമില്ല. എണ്ണയൊക്കെ കറി വയ്ക്കാനൊക്കെയാ. ഇതൊക്കെ ഇങ്ങനെയൊക്കെയാണ് മുടി കീപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ അത് ഈ ആന മേടിച്ചിട്ട് തോട്ടി മേടിക്കണ പോലെ ആയിട്ട് ഇപ്പോൾ എല്ലാവരോടും പറയുന്നത് മസ്റ്റായിട്ട് ഇത് തന്നെ പ്രൊഡക്റ്റ് തന്നെ യൂസ് ചെയ്യണം. അപ്പോൾ മുടി ഞാൻ കഴിഞ്ഞ മറ്റേ വീഡിയോയിൽ കാണിച്ചില്ലേ കൊച്ചിൻ്റെ മുടി. അപ്പോൾ അത് ഈ മോളെ കാണിച്ചു കൊടുക്കുകയത്. അപ്പോൾ മുടി നമ്മൾ ശ്രദ്ധിച്ചാൽ ഉണ്ടാകാവുന്നുള്ളൂ. പിന്നെ D3 മൾട്ടി വിറ്റാമിൻ മറക്കരുത്. ഞാനിങ്ങനെ പറയുമ്പോൾ എല്ലാവരും ഇപ്പം ഞാൻ തന്നെ D3 ടെസ്റ്റ് ചെയ്തിട്ട് എനിക്ക് കുറവാണ്. അതിൻ്റെയൊക്കെ ഗുളിക കഴിച്ചാൽ ഓക്കെ ആക്കണം. ഹെൽത്തിന് ഒത്തിരി പ്രോബ്ലം ഉണ്ടാകും. പച്ചക്കറി മുട്ട എല്ലാം കഴിക്കണം. അപ്പോൾ ഈ മുടി ചെയ്ത് ഇഷ്ടപ്പെട്ടോ. ഒരു പ്രാവശ്യം നേരത്തെ വന്ന് നാനോപ്ലാസ്റ്റി ചെയ്ത്, അപ്പോൾ നാനോ ഫോൾസ്പാസ്റ്റിയ ബയോടാൻസ് ചെയ്തോടെ ചെയ്തേക്കണേ. അപ്പോൾ എല്ലാവരും വേഗമായോ മുടിയൊക്കെ ചെയ്ത് നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ്. അങ്ങനെ ഈ മോളൊക്കെ ബിസി ജോലിക്കാരാണ്. അപ്പോൾ എപ്പോഴും രാവിലെ പോയി രാത്രി 7 ആകുമ്പോൾ തിരിച്ചു വരുന്നുള്ളൂ. മുടി നോക്കാൻ പോയിട്ട് ഒന്നിനും സമയം കിട്ടില്ല. കൊച്ചു പറഞ്ഞ പോലെ ഇങ്ങനെ 3 പിള്ളേരുണ്ടായിരുന്നു. ആ പിള്ളേരെ നോക്കണം. എങ്ങനെ എന്തൊക്കെ ചെയ്യും ജോലിക്കാരുടെ അവസ്ഥ. അപ്പോൾ ഞാൻ കൊച്ചു പറഞ്ഞതും കറക്റ്റ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് മുടി ഒന്നും ചെയ്യണ്ട. ഇങ്ങനെയൊക്കെ പോയാൽ മതി. ചുമ്മാ ഒന്ന് ഇങ്ങനെയൊക്കെ കെട്ടിയിട്ടൊക്കെ പോയാൽ മതി. അവിടെ ചെല്ലുമ്പോൾ അടിച്ചിട്ട് സ്റ്റൈൽ ഇരുന്നാൽ മതി. അപ്പോൾ അതൊരു വലിയ ഉപകാരമാണ്. മുടിയുടെ കാര്യം 1 വർഷത്തേക്ക് നോക്കണ്ട. ഈ കഴിവുള്ള കാര്യം പിന്നെ ആരും കഴിയത്തരില്ലോ. അപ്പോൾ മുടി ചെയ്യാൻ എല്ലാവരും അപ്പോൾ നമുക്കിടെ അത് കോൺഫിഡൻസ് ഒക്കെ കൂടും. ശരി.